സാമൂഹിക വികസനത്തിൽ കേരളം രാജ്യത്തിന് മാതൃകയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യ പരിരക്ഷ, സാമൂഹിക നീതി, പൊതുവിതരണ സംവിധാനം തുടങ്ങി പല മേഖലകളിലും കേരളത്തിന്റെ മുന്നേറ്റം ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. കേരളത്തിന്റെ ഈ വികസന കുതിപ്പിൽ മറ്റൊരു നാഴികക്കല്ലാണ് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം പദവിയിലേക്കുള്ള ചുവടുവെപ്പ്. നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിലാണ് സംസ്ഥാനം കൈവരിച്ച ഈ ചരിത്ര നേട്ടത്തിന്റെ പ്രഖ്യാപനം. യാദൃശ്ചികമോ സമീപകാലത്ത് പൊടുന്നനെ നേടിയെടുത്തതോ അല്ല ഈ അപൂർവ നേട്ടം. മാറി മാറി വന്ന ഭരണകൂടങ്ങളും പതിറ്റാണ്ടുകളായുള്ള ശ്രമത്തിലൂടെയും സാമൂഹിക സന്നദ്ധ പ്രസ്ഥാനങ്ങളുടെ സേവന പ്രവർത്തനങ്ങളിലൂടെയുമാണ് നിരന്തരം കേന്ദ്ര അവഗണന നേരിടുന്ന സംസ്ഥാനത്ത് നിന്ന് അതിദാരിദ്ര്യം തുടച്ചു നീക്കാനായത്. ലോകബാങ്ക് മാനദണ്ഡമനുസരിച്ച് $2.15 താഴെ ദിവസ വരുമാനമുള്ളവരാണ് അതിദരിദ്രർ. പുതിയ ലോക സാഹചര്യത്തിൽ ദാരിദ്ര്യത്തെ അളക്കുന്നതിൽ വരുമാന മൂല്യം മാത്രം മാനദണ്ഡമാകുന്നത് ശരിയല്ലെന്ന കാഴ്ചപ്പാടിൽ ഇപ്പോൾ പോഷകാഹാരം, വിദ്യാഭ്യാസം, പാചക ഇന്ധനം, ശുദ്ധജലം, ശുചിത്വം, വൈദ്യുതി, വീട്, ശിശുമരണം തുടങ്ങി 12 ഘടകങ്ങൾ പരിഗണിച്ചാണ് ദാരിദ്ര്യ സൂചിക തയ്യാറാക്കുന്നത്. നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ കുറെ വർഷങ്ങളായി ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ കേരളം 1-ാം സ്ഥാനത്താണ്. 0.71% 2021 നീതി ആയോഗിന്റെ റിപ്പോർട്ടിൽ സംസ്ഥാനത്ത് അതിദരിദ്രർ. ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ 33.76%, ജാർഖണ്ഡ് 28.81%, മേഘാലയ 27.79%, ഉത്തർപ്രദേശ് 22.93% എന്നിങ്ങനെയാണ് മറ്റു സംസ്ഥാനങ്ങളുടെ സ്ഥിതി. അതിദാരിദ്ര്യമുക്തത മികച്ച നേട്ടമാണെങ്കിലും അത് യാത്രയുടെ അവസാനമല്ല. അദൃശ്യ ദാരിദ്ര്യം അഥവാ പോഷകാഹാരക്കുറവ്, അതിൽ നിന്നുള്ള മുക്തി, സാമ്പത്തിക അസമത്വം കുറക്കുക, തൊഴിൽ അവസരങ്ങൾ വർദ്ധിപ്പിക്കുക, പിന്നാക്ക വിഭാഗങ്ങൾക്ക് സ്വയം പര്യാപ്തത തുടങ്ങി താണ്ടാൻ ഇനിയും ഏറെയുണ്ട് വഴികൾ.